ലോ അക്കാദമി വിഷയം ചർച്ച ചെയ്യാൻ സർവകലാശാല ഉപസമിതി യോഗം ചേരുന്നു. ഉപസമിതി നൽകിയ റിപ്പോർട്ട് ഇന്ന് സിൻഡിക്കേറ്റ് പരിഗണിക്കാനിരിക്കെയാണ് യോഗം. ലോ അക്കാദമിയിൽ നിയമലംഘനം നടന്നുവെന്നാണ് ഉപസമിതിയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ തീരുമാനമെടുക്കാനായി സിൻഡിക്കേറ്റിന് തന്നെ വിടുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ യോഗം സുപ്രധാനമാകുന്നത്. സർവകലാശാല ഉപസമിതിയുടെ യോഗം പുരോഗമിക്കുകയാണ്. വിവിധ വിദ്യാർത്ഥികളുടെ പരാതികൾ പ്രധാനമായും ഉൾപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഷീജ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, വിശദാംശങ്ങൾ. സൗമ്യ, അല്പസമയത്തിനകം തന്നെ ലോ അക്കാദമി വിഷയത്തിൽ ചേരുന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം, കേരള സർവകലാശാലയുടെ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ഇവിടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കുന്നതായിരിക്കും. അതിന് മുന്നോടിയായി തന്നെ 9 മണിയോടുകൂടി സിൻഡിക്കേറ്റ് നേരത്തെ നിയോഗിച്ച ഉപസമിതി യോഗം ചേർന്നിരുന്നു. അതിന്റെ അവസാന യോഗമായിരുന്നു അല്പസമയം മുമ്പ് അവസാനിച്ചത്. ഇതിൽ പ്രധാനമായും നേരത്തെ സർവകലാശാല സിൻഡിക്കേറ്റ് ഈ ഉപസമിതിയെ നിയോഗിച്ചതിനു ശേഷം അവർ ലോ അക്കാദമിയിൽ എത്തുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളിൽ നിന്ന് തെളിവ് ശേഖരിക്കുകയും ചെയ്തിരുന്നു. കോളേജിന്റെ രേഖകളും ഉപസമിതി പരിശോധിച്ചിരുന്നു. ഈ ഉപസമിതി പരിശോധനയ്ക്ക് ശേഷമാണ് വലിയ ഗുരുതര അച്ചടക്ക ലംഘനങ്ങൾ ലോ അക്കാദമിയിൽ നടന്നിട്ടുണ്ട് എന്ന് ഉപസമിതി കണ്ടെത്തിയത്. പ്രത്യേകിച്ചും ഇന്റേണൽ മാർക്ക് നൽകുന്ന വിഷയത്തിൽ ഈ രീതിയിലുള്ള വലിയ ക്രമക്കേടുകൾ അവിടെ ലോ അക്കാദമിയിൽ നടന്നിട്ടുണ്ട് എന്നൊരു കണ്ടെത്തൽ തന്നെയാണ് ഉപസമിതിയുടേത്. ഉപസമിതിയുടെ റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകാൻ വേണ്ടിയിട്ടായിരുന്നു 9 മണിയോടുകൂടി ഉപസമിതിയുടെ യോഗം ചേർന്നത്. ഈ റിപ്പോർട്ടിന് അവർ അന്തിമ രൂപം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നടപടികൾ ഒന്നും തന്നെ ഈ ഉപസമിതി ശുപാർശ ചെയ്യുന്നില്ല. എന്നാൽ മറിച്ച് ഇത്തരത്തിലുള്ള എന്തൊക്കെ കണ്ടെത്തലുകളാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പരാതികൾ, അവരുടെ പക്കൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ എല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് അവർ ഇപ്പോൾ ഏതായാലും സിൻഡിക്കേറ്റിന് സമർപ്പിക്കുക. സിൻഡിക്കേറ്റിന്റെ യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുന്നതായിരിക്കും. CPM ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ മാനേജ്മെന്റിന്റെ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ചും CPIM തിരുവനന്തപുരം CPMന്റെ തിരുവനന്തപുരം ജില്ലയുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നിരുന്നു. അതിൽ പ്രധാനമായും സൂചിപ്പിച്ചിരുന്നത് മാനേജ്മെന്റിന്റെ ഈ വാശി അവസാനിപ്പിക്കുക, മാനേജ്മെന്റ് കുട്ടികളുമായി ചർച്ച നടത്തി ഈ വിഷയത്തിൽ ഒരു സമവായത്തിൽ എത്തണം, മാനേജ്മെന്റിന്റെ കർശന നിലപാടുകളിൽ അയവ് വരുത്തണം എന്നൊരു നിലപാട് തന്നെയാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ചും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം തന്നെയാണ് ലോ അക്കാദമിക്ക് മുന്നിൽ നടക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു അടിയന്തര നടപടി ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലൊരു നിർദ്ദേശം തന്നെയാണ് സർക്കാരും ഇന്നത്തെ ചേരുന്ന സിൻഡിക്കേറ്റിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് രീതിയിലുള്ളൊരു നടപടിയാകും ഉണ്ടാവുക എന്നുള്ളത് സിൻഡിക്കേറ്റ് യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതായിരിക്കും. സിൻഡിക്കേറ്റ് യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഷീജ, കഴിഞ്ഞ ദിവസം തന്നെ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാകിയിരുന്നു ഈ റിപ്പോർട്ടിൽ. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ പരാതികൾ അടക്കമുള്ള കാര്യങ്ങൾ ആ വിധത്തിലായിരുന്നു. അങ്ങനെ വിശദമായ ഒരു നിരീക്ഷണത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ട് കൂടിയാണ് ഇന്നിപ്പോൾ സിൻഡിക്കേറ്റിന് മുൻപിലേക്ക് എത്തുന്നത്. അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളമുണ്ട്? സൗമ്യ, പ്രധാനമായും ഈ ഉപസമിതി അംഗങ്ങൾ എല്ലാവരും തന്നെ കോളേജിൽ ലോ അക്കാദമിയിൽ നേരിട്ടെത്തി തന്നെയാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇതിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും വലിയ ഒരു പരാതി പ്രളയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിൽ വലിയ തോതിൽ നിലനിൽക്കുന്ന ഒരു വലിയ തോതിൽ അവിടെ അഭിപ്രായ ഭിന്നതകൾ കുട്ടികൾക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾ അവരുടെ ഓരോ പരാതികളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഉപസമിതിക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. കൂടാതെയാണ് ഈ കോളേജിന്റെ ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും ഉപസമിതി പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉപസമിതി അന്തിമ റിപ്പോർട്ടും തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ വലിയ തോതിൽ വിവേചനം നിലനിൽക്കുന്നുണ്ട് ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിൽ എന്നുള്ള കാര്യം സമിതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കോളേജിന്റെ രേഖകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ആ രീതിയിൽ ഒരു നിഗമനത്തിൽ തന്നെയാണ് ഉപസമിതി എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതായാലും യാതൊരു തരത്തിലുള്ള പക്ഷപാതം ഇല്ലാത്ത തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഉപസമിതി ഇപ്പോൾ സിൻഡിക്കേറ്റിന് സമർപ്പിച്ചിട്ടുള്ളത്. സിൻഡിക്കേറ്റ് ആയിരിക്കും ഈ ഉപസമിതിയുടെ കണ്ടെത്തലുമേ. ഉപസമിതിക്ക് പ്രത്യേകിച്ച് നടപടികളൊന്നും ഉപസമിതി ശുപാർശ ചെയ്തിട്ടില്ല. കാരണം അഫിലിയേഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ പലരും മുന്നോട്ട് വെച്ചെങ്കിൽ പോലും ഇതിൽ ഒരു നടപടി ശുപാർശ എന്തായാലും ഉണ്ടായിട്ടില്ല. അതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക സിൻഡിക്കേറ്റ് യോഗത്തിൽ മാത്രമായിരിക്കും. സിൻഡിക്കേറ്റ് യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിച്ച് ഈ റിപ്പോർട്ടിൽ വിശദമായ പരിശോധന നടത്തുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടി ചേരുന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്നിപ്പോൾ അല്പസമയത്തിനകം ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിശദമായ ഒരു ചർച്ച നടത്തി ഇതിൽ ഒരു അന്തിമ തീരുമാനം എന്ത് നടപടിയാകണം ലോ അക്കാദമിക്കെതിരെ സ്വീകരിക്കേണ്ടത്
എന്നത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഒരുപക്ഷെ ഷീജ, വ്യാപകമായ സംസ്ഥാനത്തുടനീളം തന്നെ ഇത്തരം കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള സംഭവങ്ങൾ പല ആവർത്തിയായി പുറത്തു വന്നിട്ടുണ്ട്. അത് സർക്കാർ വിവിധ സംവിധാനങ്ങളിലൂടെ ഈ വിഷയങ്ങൾ പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഒരുപക്ഷെ ഒരു മാതൃകാപരമായ ഒരു തീരുമാനം എന്ന നിലയിലേക്കായിരിക്കുമോ ഇന്നത്തെ സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങളും കാര്യങ്ങളും പോവുക? സൗമ്യ, ഈ വിഷയത്തിൽ ന്യായമായ നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം സർക്കാർ ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇതിൽ എന്ത് തുടർ തീരുമാനങ്ങൾ സ്വീകരിക്കണം എന്നതിൽ ഒരു തീരുമാനമുണ്ടാവുക. പ്രത്യേകിച്ചും സിൻഡിക്കേറ്റ് യോഗത്തിൽ വലിയ രീതിയിൽ തന്നെ സിൻഡിക്കേറ്റ് യോഗം അല്പസമയത്തിനകം ചേരുമ്പോൾ അവർ ഉപസമിതിയുടെ റിപ്പോർട്ട് ആ രീതിയിൽ പരിശോധിക്കുന്നതായിരിക്കും. പരിശോധിച്ച് തുടർന്ന് ഇതിൽ ശക്തമായ നടപടി ഏത് രീതിയിൽ സ്വീകരിക്കണം എന്നൊരു നിർദ്ദേശം അവർ മുന്നോട്ട് വയ്ക്കുന്നതായിരിക്കും. സംസ്ഥാന സർക്കാരും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ വിഷയത്തിൽ പരിശോധനാ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഒരു നടപടി സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പക്ഷപാത തരം ഇല്ലാത്ത ന്യായമായ രീതിയിൽ ഒരു നടപടി തന്നെ ആയിരിക്കണം സിൻഡിക്കേറ്റ് സ്വീകരിക്കുക എന്നൊരു നിലപാട് തന്നെയാണ് നേരത്തെ സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഏതായാലും നമുക്കറിയാം, പാമ്പാടി നെഹ്റു കോളേജിൽ നിന്നാണ് ഇത്തരത്തിലൊരു വിദ്യാർത്ഥി പീഡനം സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്ന് തുടങ്ങിയത്. ഈ രീതിയിൽ വലിയ തോതിൽ സംസ്ഥാനത്തൊട്ടാകെയായ സ്വാശ്രയ കോളേജുകളിൽ വലിയ തോതിൽ വിദ്യാർത്ഥി പീഡനം, വിദ്യാർത്ഥികൾക്കെതിരെയുള്ള വിവേചനം നിലനിൽക്കുന്നു എന്നുള്ളത് വലിയ തോതിൽ പരാതികളും വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പല രീതിയിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ലോ അക്കാദമി വിഷയത്തിൽ സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും സിൻഡിക്കേറ്റിന്റെ തീരുമാനം എന്താണ് എന്നുള്ളത് തന്നെയാണ് ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഉദാഹരണം എന്നുള്ള രീതിയിൽ ഉരുത്തിരിയാൻ പോകുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ എന്ത് തീരുമാനമാണോ സിൻഡിക്കേറ്റ് സ്വീകരിക്കുക അതിൽ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുക. ഷീജ, ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ കോളേജിന്റെ വേർഷൻ എങ്ങനെയാണ് സമിതി പരിശോധിച്ചിട്ടുള്ളത്? ഇപ്പോൾ കോളേജിന്റെ ഒരു നിലപാട് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? പ്രധാനമായും ഉപസമിതി അംഗങ്ങൾ എല്ലാവരും തന്നെ കോളേജിൽ നേരിട്ടെത്തി തന്നെയാണ് തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളത്. അവർ വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് തെളിവെടുക്കാനാണ് തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും വിദ്യാർത്ഥികളിൽ നിന്ന് വലിയ തോതിൽ പരാതി പ്രളയം തന്നെ ഉണ്ടാവുകയായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് വിദ്യാർത്ഥികളിൽ നിന്ന് മാത്രമായി 2 ദിവസം കൊണ്ട് തെളിവ് ശേഖരിച്ചത്. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും ഇന്റേണൽ മാർക്കിന്റെ വിഷയത്തിൽ, അതോടൊപ്പം തന്നെ CCTV സ്ഥാപിച്ചിരിക്കുന്ന വനിതാ ഹോസ്റ്റലിൽ CCTV സ്ഥാപിച്ചിരിക്കുന്ന വിഷയം, ഇതിലെല്ലാം വലിയ തോതിൽ ഒരു പരാതി തന്നെയാണ് വിദ്യാർത്ഥികൾ എല്ലാവരും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ ആ രീതിയിലുള്ളൊരു തെളിവെടുപ്പാണ് ഇവർ നടത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികളിൽ നിന്ന് നേരിട്ട് തന്നെയാണ് ഉപസമിതി വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് കോളേജിൻ്റെയാണ്. ലോ അക്കാദമിയുടെ കാര്യത്തിൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ എല്ലാം തന്നെ കൃത്യമായി ഉപസമിതി പരിശോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ രേഖകളിൽ കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള പ്രിൻസിപ്പലിന്റെ അടക്കം മൊഴി ഈ വിഷയത്തിൽ ഉപസമിതി ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഏതായാലും ഉപസമിതി ഇത്തരത്തിൽ വലിയൊരു ക്രമക്കേട് ലോ അക്കാദമിയിൽ നടന്നിട്ടുണ്ട് എന്നൊരു കണ്ടെത്തലിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്തിമ റിപ്പോർട്ടും അവർ ഇന്നിപ്പോൾ സിൻഡിക്കേറ്റിന് മുന്നാകെ നൽകിയിട്ടുണ്ട്. സിൻഡിക്കേറ്റിന്റെ യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുന്നതും ഈ ഉപസമിതിയുടെ റിപ്പോർട്ടിൽ മേൽ വിശദമായ ചർച്ച ചെയ്ത് ഒരു അന്തിമ തീരുമാനവും ഇന്ന് തന്നെ കൈക്കൊള്ളുന്നതായിരിക്കും. സൗമ്യ. ഷിജ, ഇപ്പോഴത്തെ നടപടികൾ എങ്ങനെയാണ്? സിൻഡിക്കേറ്റ് യോഗം എപ്പോഴത്തേക്കായിരിക്കും ആരംഭിക്കുക? ഉപസമിതിയുടെ യോഗം പൂർത്തിയായോ? എങ്ങനെയാണ് കാര്യങ്ങൾ? സൗമ്യ, ഉപസമിതിയുടെ യോഗം ഏതായാലും അല്പസമയം മുമ്പാണ് പൂർത്തിയായിരിക്കുന്നത്. ഉപസമിതി അന്തിമമായി കഴിഞ്ഞ ദിവസം തന്നെ ഉപസമിതിയുടെ റിപ്പോർട്ട് തയ്യാറായിരുന്നു. എന്നാൽ ഒരു അന്തിമ റിപ്പോർട്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കുക, അതിനൊരു അന്തിമ രൂപം നൽകുക എന്നുള്ളതായിരുന്നു ഇന്ന് പ്രധാനമായും ഉപസമിതി ചേർന്നതുകൊണ്ട് ലക്ഷ്യം വെച്ചിരുന്നത്. ഇത് ഈ രീതിയിൽ പൂർത്തിയാക്കിക്കൊണ്ട് അവർ ഉപസമിതിയുടെ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി അവർ സിൻഡിക്കേറ്റിന് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സിൻഡിക്കേറ്റ് യോഗം ആരംഭിക്കുന്നതായിരിക്കും. സിൻഡിക്കേറ്റ് യോഗത്തിൽ പ്രത്യേകിച്ചും ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടി ഇത് മാത്രം അജണ്ട വെച്ചുകൊണ്ടുള്ള പ്രത്യേക സിൻഡിക്കേറ്റ് യോഗമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ ഒരു ചർച്ച തന്നെ നടത്തി ഇതിൽ ഒരു അന്തിമ തീരുമാനം ഏത് രീതിയിലുള്ള നടപടികളാകണം ഈ ലോ അക്കാദമിക്കെതിരെ സ്വീകരിക്കേണ്ടത് എന്ന വിഷയത്തിൽ ഒരു വിശദമായ ചർച്ച നടത്തി ഇന്ന് തന്നെ അതിൽ ഒരു അന്തിമ തീരുമാനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. സൗമ്യ. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ലോ അക്കാദമി വിഷയത്തിൽ സിൻഡിക്കേറ്റിന്റെ യോഗം ഇന്നുണ്ടാകും.
അല്പസമയത്തിനകം സിൻഡിക്കേറ്റ് യോഗം ചേരും. സർവകലാശാല ഉപസമിതി യോഗം ചേർന്നിരുന്നു. ഇന്നലെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് സിൻഡിക്കേറ്റ് ഇന്ന് യോഗം ചേരുക. ലോ അക്കാദമിയിൽ നിയമലംഘനം നടന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടിന്റെ വിലയിരുത്തൽ. ഈ ഒരു പശ്ചാത്തലത്തിൽ ആയിരിക്കും സിൻഡിക്കേറ്റിന്റെ തീരുമാനം ഉണ്ടാവുക. KPCC വിശാല നിർവാഹക സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അല്പസമയത്തിനകം KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. കെ മുരളീധരന്റെ വിമർശനത്തിന് ശേഷം തിടുക്കപ്പെട്ട് നടത്തിയ സമരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയില്ലെന്ന വിമർശനം യോഗത്തിൽ ഉയരും. മതിയായ പ്രചാരണ പരിപാടികളില്ലാതെയായിരുന്നു സമരങ്ങൾ ആസൂത്രണം ചെയ്തത്. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഉമ്മൻചാണ്ടി വിട്ടുനിന്ന വിഷയം ചർച്ച ചെയ്യപ്പെടും. ഒപ്പം തന്നെ KPCC യോഗം ചേർന്നത് വൈകിയത് സംബന്ധിച്ചും വിമർശനങ്ങൾ ഉണ്ടാകും. വിവരങ്ങളുമായി സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, പ്രത്യേകിച്ച് നിലവിൽ ഗ്രൂപ്പുകൾ ഇടഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ യോഗത്തിൽ എങ്ങനെയായിരിക്കും ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർന്നു വരിക? 6 മാസത്തിന് ശേഷമാണ് ഒരു KPCC യോഗം ചേരുന്നത്. അക്കാര്യത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉയരും. യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നതിൽ സംസ്ഥാന പാർട്ടി നേതൃത്വത്തിൽ താല്പര്യമില്ലെന്ന പൊതുവികാരം ഗ്രൂപ്പുകൾക്കകത്തുണ്ട്. അക്കാര്യത്തിൽ വലിയ വിമർശനം VM സുധീരന് നേരിടേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് കെ മുരളീധരൻ ഒരു വിമർശനം ഉന്നയിച്ചു. അതിനുശേഷം ചില സമരങ്ങൾ സർക്കാരിനെതിരെ സംഘടിപ്പിച്ചു. എന്നാൽ ആ സമരങ്ങളിലൊന്നും ജനങ്ങളിലേക്ക് എത്തിയില്ല. മതിയായ പ്രചരണ പരിപാടികൾക്ക് ശേഷമായിരുന്നു സമരങ്ങൾ സംഘടിപ്പിക്കേണ്ടത്. അതിനു പകരം തട്ടിക്കൂട്ട് സമരങ്ങളാണ് ഉണ്ടായെന്ന വിമർശനം ഒരു വിഭാഗത്തിനുണ്ട്. ഈ വിമർശനവും യോഗത്തിൽ വരും. ഉമ്മൻചാണ്ടി രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഉൾപ്പെടെ വിട്ടുനിന്ന കാര്യത്തിൽ വലിയ അതൃപ്തി സുധീരൻ വിഭാഗത്തിനുണ്ട്. എന്നാൽ അത് ഇന്നത്തെ യോഗത്തിൽ എത്ര കണ്ട് പ്രതിഫലിക്കുമെന്ന് ഉറപ്പില്ല. ഇത് KPCC വിശാല എക്സിക്യൂട്ടീവ് ആണ്. ഏതാണ്ട് 300ഓളം ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ചർച്ചയിലേക്ക് നീങ്ങാൻ സാധ്യതയില്ല. 300ഓളം ആളുകൾക്ക് സംസാരിക്കാനുള്ള സാഹചര്യം സാധാരണ KPCC വിശാല എക്സിക്യൂട്ടീവിൽ ഉണ്ടാകാറില്ല. ഒരു അജണ്ട നിശ്ചയിക്കുകയും പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രസംഗവും 1-2 പേരുടെ ചർച്ചയ്ക്കും മാത്രമായിരിക്കും സാധ്യത. വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെ KPCC വിശാല എക്സിക്യൂട്ടീവ് പോകാനിടയില്ല. സൗമ്യ, പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിൽ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ BJP ശിരോമണി അകാലിദൾ സഖ്യവും അഴിമതി ആരോപണങ്ങളുമായി രംഗത്ത്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം തീരാൻ ഇനി 5 ദിവസങ്ങൾ മാത്രം. അകാലിദളിന്റെ ശക്തി കേന്ദ്രവും സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയുമായ ബിക്രം സിംഗിന്റെ നിയമസഭാ മണ്ഡലത്തിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇന്നലെ പ്രഖ്യാപിച്ചത്. അകാലിദൾ BJP സഖ്യം കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എവിടെയെന്ന ചോദ്യം ഉയർത്തുന്നതിനിടയിലാണ് പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയം. മുതിർന്ന നേതാവ് അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ BJPയിൽ നിന്നും കോൺഗ്രസിലെത്തിയ ക്രിക്കറ്റ് താരം സിദ്ധുവിന്റെ ക്യാമ്പ് മൗനത്തിലായെന്ന് ആക്ഷേപമുണ്ട്. അകാലിദൾ BJP സഖ്യമാകട്ടെ അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇന്നു മുതൽ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിനേക്കാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തിയിരുന്ന BJP ആ തന്ത്രങ്ങളിലും മാറ്റം വരുത്തുന്നുണ്ട്. 4-ാം തീയതിയാണ് സംസ്ഥാനത്തെ വോട്ടെടുപ്പ്. 2-ാം തീയതി പരസ്യപ്രചാരണം അവസാനിക്കും. അതിനു മുമ്പുള്ള കടുത്ത പോരാട്ടത്തിലേക്ക് പഞ്ചാബ് ഇന്നു മുതൽ കടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗോവയിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ RSSന്റെയും പ്രധാന സഖ്യകക്ഷിയായ MGPയുടെയും പിന്തുണയില്ലാതെ വെട്ടിലായിരിക്കുകയാണ് BJP. ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കുമെന്നും RSSനെ അനുനയിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം BJP കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. അതേസമയം 3 രൂപയ്ക്ക് ഗോതമ്പ്, 2 രൂപയ്ക്ക് അരി, 5 ലിറ്റർ സൗജന്യ പെട്രോൾ തുടങ്ങിയ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. അധികാരത്തിലെത്തിയാൽ കാസിനോകൾ പൂട്ടിക്കുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഗോവയിൽ 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസും ആം ആദ്മിയും. എന്നാൽ മറാത്തിവാദികളായ ഗോമന്തക് പാർട്ടി പിന്തുണ പിൻവലിച്ചതും RSSന്റെയും പ്രധാന കക്ഷിയായ MGPയുടെ പിന്തുണയില്ലാത്തതും BJPയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. അഴിമതി പാർട്ടി എന്ന പേരുദോഷത്തിൽ കഴിഞ്ഞ തവണ ഒറ്റ അക്കത്തിൽ ഒതുങ്ങിപ്പോയ കോൺഗ്രസ് ഇത്തവണ യുവാക്കളെ മുൻനിർത്തിയാണ് മത്സരിക്കുന്നത്. പ്രതാപ് സിംഗ് റാണ ഉൾപ്പെടെ 5 മുൻ മുഖ്യമന്ത്രിമാരും മത്സരരംഗത്തുണ്ട്. അധികാരത്തിലെത്തിയാൽ 2 രൂപയ്ക്ക് ഗോതമ്പ്, 3 രൂപയ്ക്ക് അരി, 7 രൂപയ്ക്ക് പഞ്ചസാര, കോളേജുകളിൽ ഫ്രീ വൈഫൈ, 5 ലിറ്റർ സൗജന്യ പെട്രോൾ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളുമായാണ് കോൺഗ്രസ് പ്രചാരണം പുരോഗമിക്കുന്നത്. എന്നാൽ ആം ആദ്മിയുടെ സാന്നിധ്യം കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചു എന്ന് വ്യക്തമാണ്. സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ചെത്തിയ എൽവിസ് ഗോമസിനെ മുൻനിർത്തിയാണ് ആം ആദ്മിയുടെ പോരാട്ടം. മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറെ ഉയർത്തിക്കാട്ടുന്നുവെങ്കിലും കേന്ദ്രമന്ത്രിയും മുൻ ഗോവ മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ പരീക്കറെ മുൻനിർത്തിയാണ് BJPയുടെ പ്രചാരണം. RSS നേതാവ് സുഭാഷ് വെല്ലങ്കർ രൂപീകരിച്ച ഗോവ സുരക്ഷക് മഞ്ച് BJPക്കെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു.
ശിവസേന കൂടി കാവ്യ സഖ്യത്തിൽ ഭാഗമാകുന്നതോടെ ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കുമെന്ന ആശങ്കയിലാണ് BJP കേന്ദ്ര നേതൃത്വം. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കരൻ, ദില്ലി. 2017 പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നാളെയും ഏപ്രിൽ 2-നുമായി നടത്തുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. 5 വയസ്സിന് താഴെയുള്ള 27 ലക്ഷത്തോളം കുട്ടികൾക്കാണ് ബൂത്ത് തലത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിലൂടെ പോളിയോ ഇമ്മ്യൂണൈസേഷൻ നൽകുന്നത്. പോളിയോ വാക്സിൻ നൽകുന്ന 2 ദിവസങ്ങൾക്ക് പുറമെ ഈ മാസം 30-നും 31-നും വീട് വീടാന്തരം കയറി പോളിയോ എടുക്കാനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ തെളിയിക്കാനുള്ള ദീപശിഖ കൂത്തുപറമ്പ് രക്തസാക്ഷി കുടീരത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പ്രീതി ശേഖർ, PP റെജീന എന്നിവർ നയിക്കുന്ന ദീപശിഖ പ്രയാണം 1-ന് കൊച്ചിയിലെത്തിച്ചേരും. ഫെബ്രുവരി 1 മുതൽ 5 വരെ കൊച്ചിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ തെളിയിക്കാനുള്ള ദീപശിഖ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പ്രീതി ശേഖറിന് കൈമാറി. എല്ലാ മേഖലയിലും സംഘപരിവാർ ഇരച്ചു കയറാൻ പരിശ്രമിക്കുന്നു. അതിനെ തടയാൻ കഴിയുന്നത് ഈ കേരളത്തിലാണ്, മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ്. അവിടെയാണ് ഈ യൗവനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും. ജീവിച്ചിരിക്കുന്ന ജിജേഷിനേക്കാൾ അവർ ഭയപ്പെട്ടത് മരിച്ച ജിജേഷിനെയാണ്. അതുകൊണ്ടാണ് ജിജേഷിന്റെ രക്തസാക്ഷി സ്തൂപത്തിൽ കൊണ്ടുവന്ന് മലമൂത്ര വിസർജനം നടത്തിയത്. ഇതേത് സംസ്കാരം? ഇതാണോ ഹിന്ദുത്വ സംസ്കാരം? കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി മേനപ്രത്തെ പുഷ്പൻ വേദിയിലെത്തിയതും ആവേശമായി. ഡിവൈഎഫ്ഐ കൂത്തുപറമ്പ് ബ്ലോക്കിലെ അത്ലറ്റുകളുടെ അകമ്പടിയോടെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ, കേന്ദ്ര കമ്മിറ്റി അംഗം PP ദിവ്യ, നേതാക്കൾ PP റെജീന, ബിജു കണ്ടക്കൈ എന്നിവരുടെ നേതൃത്വത്തിൽ കതിരൂരിലെത്തിയ ദീപശിഖയോടൊപ്പം പിണറായി ബ്ലോക്കിലെ അത്ലറ്റുകളും തലശ്ശേരിയിൽ നിന്നും മാഹി വരെ തലശ്ശേരി ബ്ലോക്കിലെ അത്ലറ്റുകളും ദീപശിഖ പ്രയാണത്തെ അനുഗമിച്ചു. രക്തസാക്ഷികളുടെ നാട്ടിൽ നിന്നും കൈമാറിയ ദീപശിഖ 1-ന് കൊച്ചിയിലെ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ തെളിയിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലും സമീപനത്തിലും മാറ്റം വരുത്തുന്നതിന് യുവജനങ്ങൾ പൊരുത്തണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുധാ സുന്ദരരാമൻ. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന് മുന്നോടിയായി പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച യുവതീ സംഗമവും സ്ത്രീ സമത്വവും പൊതുബോധവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുധാ സുന്ദരരാമൻ. സംവിധായിക വിധു വിൻസെന്റ്, എഴുത്തുകാരി ദീപ നിശാന്ത്, ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ പ്രവർത്തന സജ്ജമായി. 1100 കോടി രൂപ മുടക്കി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ ടെർമിനൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നിലവിലുള്ള ടെർമിനലുകൾ ആഭ്യന്തര സർവീസിനായി മാറ്റും. 15 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണം, 84 ചെക്ക് ഇൻ കൗണ്ടറുകൾ, 80 എമിഗ്രേഷൻ കൗണ്ടറുകൾ, 10 എയ്റോ ബ്രിഡ്ജുകൾ, 10 എസ്കലേറ്ററുകൾ, 21 എലവേറ്ററുകൾ. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉദ്ഘാടനത്തിന് സജ്ജമായ പുതിയ അന്താരാഷ്ട്ര ടെർമിനലിന്റെ വിശേഷങ്ങളാണിത്. 360 ഡിഗ്രി ഇമേജിംഗോടെ CT സ്കാനിംഗ്, ബാഗേജ് ഹാൻഡ്ലിംഗ് സംവിധാനം, 3000 സുരക്ഷാ ക്യാമറകൾ, അത്യാധുനിക സെക്യൂരിറ്റി റെസ്റ്റ് ഹൌസ് തുടങ്ങി സുരക്ഷയ്ക്കായി വൻ ക്രമീകരണങ്ങൾ. ടെർമിനൽ, ഫ്ലൈ ഓവർ, ഏപ്രൺ എന്നിവയ്ക്കുൾപ്പെടെ 1100 കോടിയോളം രൂപ മുടക്കിയാണ് സിയാൽ പുതിയ ടെർമിനൽ നിർമ്മിച്ചത്. സിയാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ AM ഷബീർ. നമുക്ക് 4000 പീക്ക് അവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. അതിൽ 2000 ഇൻകമിങ്ങും 2000 ഔട്ട് ഗോയിങ് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് അൾട്ടിമേറ്റ് കപ്പാസിറ്റിയാണ് ഈ ടെർമിനൽ ഉണ്ടാവുക. ഇതിൽ ചെക്ക് ഇൻ ഏരിയയിൽ 84 ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ഉണ്ട്. ആ ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ഭാവിയിൽ 112 ചെക്ക് ഇൻ കൗണ്ടേഴ്സ് വരെ ആകാം. തനത് കേരളീയ ശില്പഭംഗിയിലാണ് കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. നിലവിലുള്ള ആഭ്യന്തര രാജ്യാന്തര ടെർമിനലുകളുടെ മൊത്തം വിസ്തൃതിയുടെ 2.5 ഇരട്ടി വിസ്തൃതി പുതിയ ടെർമിനലിനുണ്ട്. പുതിയ ടെർമിനൽ മാർച്ച് 2-ാം വാരം പ്രവർത്തനം തുടങ്ങും. T3 പ്രവർത്തന സജ്ജമാകുന്നതോടെ നിലവിലുള്ള ടെർമിനൽ ആഭ്യന്തര എയർലൈൻ സർവീസിനായി മാറ്റിവെക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ജനനന്മ അക്ഷരജ്യോതി പുരസ്കാരം എഴുത്തുകാരൻ ഭാനുപ്രകാശിന് സമ്മാനിച്ചു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം പത്മശ്രീ മധുവാണ് പുരസ്കാരം സമ്മാനിച്ചത്. 11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ിലെ മിസ് സൗത്ത് ഇന്ത്യ കിരീടം തമിഴ്നാടിന്റെ ബിവിത്ര ബിക്ക്. കോഴിക്കോട് സ്വദേശി രേഷ്മ RK നമ്പ്യാരാണ് ഫസ്റ്റ് റണ്ണറപ്പ്. കർണാടകത്തിന്റെ വർണ്ണ സമ്പത്ത് സെക്കൻഡ് റണ്ണറപ്പുമായി മുൻ മിസ് സൗത്ത് ഇന്ത്യ വിജയിയെ കിരീടം അണിയിച്ചു. ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നിന്നായി 18 സുന്ദരിമാരാണ് മാറ്റുരച്ചത്. സിനിമാ താരങ്ങളും മോഡലുകളുമായ സഞ്ജയ് കുമാർ അസ്രാണി, വാണിശ്രീ ഭട്ട്, രാജീവ് പിള്ള, കൌശൽ മന്ദ, മാധ്യമപ്രവർത്തക ഠോഷ്മ ബിജു എന്നിവരടങ്ങിയ ജഡ്ജിംഗ് പാനലാണ് വിജയികളെ തെരഞ്ഞെടുത്തത്.
മലയാള സിനിമയിലെ പ്രതിഭകളെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ നോർത്ത് അമേരിക്കൻ ഫിലിം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി നിവിൻ പോളി, മികച്ച നടിയായി മഞ്ജു വാര്യർ എന്നിവരെ തെരഞ്ഞെടുത്തു. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിന്റെ പ്രതികാരം മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തു. രാജീവ് രവിയാണ് മികച്ച സംവിധായകൻ. ജൂലൈ 22 ന്യൂയോർക്കിൽ അവാർഡ് ദാന ചടങ്ങ് നടക്കും.